കാസർഗോഡ് കർണാടക അതിർത്തിയായ തലപ്പാടിയിൽ പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തം. ടോൾ ഗേറ്റിന് 5 കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്നവർക്ക് ഇളവുണ്ടെന്നിരിക്കെ മലയാളികളിൽ നിന്ന് പണം വാങ്ങുന്നതിനെതിരെയാണ് പ്രതിഷേധം ശക്തമാകുന്നത്. അതിർത്തി മേഖലയിൽ താമസിക്കുന്ന മലയാളികളിൽ നിന്ന് ടോൾ നടത്തിപ്പുകാർ അനധികൃതമായി പണം പിരിക്കുന്നുവെന്നും പണം നൽകാത്തവരെ ഗുണ്ടകളെ ഉപയോഗിച്ച് മർദ്ദിക്കുന്നു എന്നുമാണ് നാട്ടുകാരുടെ പരാതി. ആദ്യം റിപ്പോർട്ട് കണ്ടുവരാം. കേരള കർണാടക അതിർത്തിയെ ബന്ധിപ്പിച്ച് തലപ്പാടി ടോൾ ഗേറ്റ് സ്ഥാപിതമായപ്പോൾ ടോൾ ഗേറ്റിന് 5 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശവാസികൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ ഇപ്പോൾ നടക്കുന്നത് കൊള്ളയാണ്. മലയാളികൾക്ക് മാത്രം യാത്രാ സൗജന്യമില്ല, കർണാടകക്കാർക്ക് യാത്രാ സൗജന്യം ഉണ്ട് താനും. ഇതിനാര് മറുപടി പറയുമെന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം. ടോൾ ഗേറ്റ് നിയമങ്ങൾ കർണാടക സ്വദേശികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തുന്നുവെന്നാണ് കേരള കർണാടക അതിർത്തി മേഖലയിൽ താമസിക്കുന്ന മലയാളി കുടുംബങ്ങളുടെ പരാതി. അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലും മംഗലാപുരത്തെ ആശ്രയിക്കുന്നവരാണിവർ. പക്ഷേ ടോൾ ബൂത്ത് കടക്കണമെങ്കിൽ ഒറ്റത്തവണ 200 രൂപയിലധികം വാങ്ങുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. മഞ്ചേശ്വരം പഞ്ചായത്തിലുള്ള മുഴുവൻ ആൾക്കാർക്കും ടോൾ ഫ്രീ എന്നായിരുന്നു വാഗ്ദാനം. ആ ടോൾ ഫ്രീ എന്ന് ഞങ്ങൾക്ക് മംഗലാപുര പ്രദേശമാണ് ഏറ്റവും അടുത്തുള്ള പട്ടണമായിട്ടുള്ളത്. ഒരു ദിവസം 4-5 പ്രാവശ്യം മംഗലാപുരം പോകേണ്ടി വരുന്ന ആൾക്കാരാണ്. ഇവിടുന്ന് ഒരു 100 മീറ്റർ ഉള്ളവർക്കും കൂടെ ടോൾ കൊടുത്തു കൊണ്ടുപോകാൻ ഒരു പ്രാവശ്യം ടോൾ അങ്ങോട്ട് പോകാൻ 110, ഇങ്ങോട്ട് വരാൻ 110, അങ്ങനെ 220 രൂപയാണ് ഒരു ദിവസം ഒരു പ്രാവശ്യം പോയിട്ട് വരാൻ വേണ്ടി. 4-5 പ്രാവശ്യം പോകുന്ന ഞങ്ങൾ നിരന്തരമായിട്ട് ടോൾ പൈസ കൊടുത്ത് പോകാനുള്ളതാണ്. ഏറ്റവും ഒരു സർവീസ് റോഡ് പോലും ഇവിടെ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ഉണ്ടായത്. തലപ്പാടി ടോൾ ഗേറ്റിനടുത്ത് താമസിക്കുന്ന മലയാളികൾ കർണാടകയിലേക്ക് കടക്കുമ്പോഴുള്ള വ്യാപക പണപ്പിരിവ് ചോദ്യം ചെയ്താൽ മർദ്ദനമാണ് മറുപടിയെന്നും പരാതിയുണ്ട്. ഇതിനായി ടോൾ ഗേറ്റിൽ ഗുണ്ടകളെ നിർത്തിയിരിക്കുന്നുവെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഞങ്ങൾ കയറാതെ ഒരു ഗവൺമെൻറ് ഓഫീസ് പോലുമില്ല, അതുപോലെ തന്നെ ഞങ്ങൾ പോകാതെ ഒരു ജനപ്രതിനിധികൾ പോലുമില്ല. കഴിഞ്ഞ മംഗലാപുരം MP ആയിരുന്ന നളിൻ കുമാർ കട്ടീലിനടക്കം ഇപ്പോഴത്തെ സ്പീക്കർ UT ഖാദർ അടക്കമുള്ള ഇവിടെയുള്ള ആരൊക്കെ ജനപ്രതിനിധികളുണ്ട് അവരൊക്കെയും ഞങ്ങൾ കണ്ടു. ആരെയും കാണാതിരുന്നില്ല, ആരെയും ഞങ്ങൾ അവഗണിച്ചില്ല. ഇതൊക്കെയും സഹിച്ചുകൊണ്ടാണ് അവസാനമാണ് ഞങ്ങൾ ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും ഇതിനെതിരെ ശക്തമായ പോരാട്ടത്തിലേക്ക് പോകുന്നത്. 2016 ടോൾ ഗേറ്റ് സ്ഥാപിതമായി. ഇതിനുശേഷം കോവിഡ് വരെയാണ് 5 കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്നവരെ ടോൾ പിരിവിൽ നിന്ന് ഒഴിവാക്കിയത്. കോവിഡിന് ശേഷം ഇത് കർണാടകക്കാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തി. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പരാതി നൽകിയെങ്കിലും മറുപടിയില്ലെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. വണ്ടിയിൽ പെണ്ണുങ്ങളുണ്ടെങ്കിലും അവർ നോക്കില്ല, പെണ്ണുങ്ങൾ കുട്ടികളുണ്ടെങ്കിലും അവർ ക്ഷമിക്കില്ല. ആ പൈസ എടുത്തിട്ട് അവർ നമ്മളെ വിടും. സ്കൂളിൻ്റെ കുട്ടികളും പോലും പോകാൻ വിടുന്നില്ല. മർദ്ദിക്കുന്ന അവരുടെ ഗുണ്ടായിസാണ് ഇവിടെ. നമുക്ക് മഞ്ചേശ്വരക്കാർക്ക് ഇവിടെ ടോൾ ഉണ്ടായപ്പോൾ ആദ്യം ഫ്രീ ആയിരുന്നു. ഇനിയും മഞ്ചേശ്വര പഞ്ചായത്തിലേക്ക് മൊത്തം നമ്മൾക്ക് ഫ്രീ തരണം. തലപ്പാടി ടോൾ ബൂത്തിലെ നീതി നിഷേധത്തിനെതിരെ സമരം ശക്തമാക്കാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. ഞാനിപ്പോൾ നിൽക്കുന്ന കേരളത്തിൽ നിന്ന് തലപ്പാടി ചെക്ക് പോസ്റ്റ് പിന്നിട്ട് കർണാടക അതിർത്തിയിലെത്തി ഒരു ചായ കുടിക്കണമെങ്കിൽ ചായയ്ക്ക് കൊടുക്കേണ്ടത് 10 രൂപയാണ്. പക്ഷെ മലയാളികളാണ് അങ്ങോട്ട് പോകുന്നതെങ്കിൽ 220 രൂപ കൈവശം അധികം വേണം. ഈ ടോൾ ബൂത്തിൽ വല്ലാത്തൊരു കൊള്ളയാണ്, വല്ലാത്തൊരു കഷ്ടമാണ്. അടിയന്തര ഇടപെടൽ ആവശ്യമാണ്. രജീഷ് കരുവള്ളൂരിനൊപ്പം അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. പൊതുജനം കഴുതയല്ല സാർ.